പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ വാട്ടർ കൂളറിൽ നിന്നുള്ള കുടിവെള്ളത്തിൽ ഈകോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. രാജ്യത്തെ 8 സ്റ്റേഷനുകളിലെ കുടിവെള്ളത്തിൽ കൂടി മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് പരക്കുന്ന ഈകോളി കണ്ടെത്തിയിട്ടുണ്ട്. 512 നോൺ സബർബൻ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കുള്ള സേവനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് CAG പരിശോധിച്ചത്. 49 സ്റ്റേഷനുകളിലെ ടാപ്പുകളിൽ നിന്ന് ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളിലും മാലിന്യം കലർന്നതായി കണ്ടെത്തി. പാലക്കാട് സ്റ്റേഷനിലെ വാട്ടർ ടാങ്ക് പൂർണ്ണമായും മൂടിയിട്ടില്ലെന്നും ടാങ്കിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൽ വവ്വാൽ ഉൾപ്പെടെ പക്ഷികൾ സ്ഥിരതാമസമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾക്കിടയിൽ മേൽക്കൂരയില്ലാത്തതിനാൽ പാലക്കാട് സ്റ്റേഷനിൽ മഴക്കാലത്ത് യാത്രക്കാർ നനയുന്നു. ആലുവ, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനുകളിൽ ഫാനുകളും വാട്ടർ കൂളറുകളും പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പാലക്കാട്, കോഴിക്കോട്, ആലുവ, തിരുവനന്തപുരം, കാഞ്ഞങ്ങാട്, തുറവൂർ, കൊട്ടാരക്കര തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും CAG വിലയിരുത്തി. സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് 2018 ഏപ്രിലിൽ റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ശുദ്ധജലം, വിശ്രമകേന്ദ്രം, സീറ്റുകൾ, പ്ലാറ്റ്ഫോം ഷെൽട്ടർ, ശുചിമുറികൾ, ഫാൻ, ഫുട് ഓവർ ബ്രിഡ്ജുകൾ, ചവറ്റുകുട്ടകൾ, ക്ലോക്ക്, പൊതു അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇത്രയേറെ വർഷമായിട്ടും മിക്ക സ്ഥലങ്ങളിലും ശുചിമുറികൾ പോലുമില്ലെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റേഷനുകളിൽ കുടിവെള്ള സംവിധാനങ്ങൾക്ക് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള പരിശോധനകളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് റെയിൽവേയോട് CAG നിർദ്ദേശിച്ചു. UTV ന്യൂസ്, പാലക്കാട്.